ഒന്നാം സ്ഥാനത്ത് എത്തും തന്നെയായിരുന്നു പ്രതീക്ഷ. തീർച്ചയായിട്ടും നമ്മൾ എന്ന് പറയുന്ന ചിഹ്നം എല്ലാവരിലേക്കും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേരിലുണ്ടായിരുന്ന ഒരു പ്രശ്നം, എൻ്റെ പേര് എത്രയോ വർഷങ്ങളായിട്ട് അതായതുകൊണ്ടാണ് നമ്മൾ അത്രയും ഫൈറ്റ് ചെയ്ത് നിന്നത്. പക്ഷെ അതിനകത്തൊരു പ്രശ്നം വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. വളരെ നല്ല റെസ്പോണ്ട് ആയിരുന്നു. കാരണം 30,000 വോട്ട്സ് കിട്ടുക, എന്നെ പോലത്തെ ഒരു പുതിയ ആൾക്ക് കിട്ടുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. പിന്നെ പൊതുവേ ആ ഒരു UDF തരംഗം തൃപ്പൂണിത്തുറയിലും അലയടിച്ചു എന്നുള്ളതാണ്. എന്തായാലും എല്ലാം ഭംഗിയായിട്ട് വരട്ടെ. ഈ ഒരു പൊതുവെ വോട്ടിംഗ് ശതമാനം വരുത്തുമ്പോൾ 2020യും അതോടൊപ്പം തന്നെ NDA BJP ഒരുമിച്ച് മത്സരിച്ച ഒരു ഇതാണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ അത് BJPക്ക് സ്വാഭാവികമായിട്ട് അവിടെ ഒരു 30,000 വോട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മത്സരിക്കുമ്പോൾ ഈ 2020 BJP ഒരുമിച്ച് വരുന്നതിൻ്റെ ഒരു ഗുണം കിട്ടിയോ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഇതിന് മുമ്പുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോൾ അതിൽ നിന്നും ഏറെ ഗ്രാഫ് വ്യത്യാസമുണ്ട് ഇപ്രാവശ്യം വോട്ട് കിട്ടിയല്ല. പിന്നെ ആ ഒരു വോട്ട് അങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയല്ലോ. ഞാൻ പുതിയൊരു പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആളാണ്. ഇതേപോലൊരു അലയൻസിന് ശേഷമുണ്ടായ ഒരു ഇലക്ഷനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ 30,000 വോട്ടും എനിക്ക് പുതിയ വോട്ടുകളാണ്. വീണ്ടും അവർ നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്ത ഒരു 30,000 പേര് വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഞാൻ അത് മാത്രമേ കാണുന്നുള്ളൂ. അതിൽ സന്തോഷമുണ്ട്. പിന്നെ ഈ ഇപ്പോൾ ചിഹ്നം ചക്കയായിരുന്നു ചിഹ്നം. അപ്പോൾ ആ ചിഹ്നത്തിൽ ഇപ്പോൾ താമര ആണ്, BJPയെ സംബന്ധിച്ച് താമര ചിഹ്നമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ ആ ചിഹ്നം ചക്കയിൽ വോട്ട് ചെയ്യാൻ വേണ്ടി BJP പ്രവർത്തകർക്ക് ഒരു മടി ഉണ്ടായി, അങ്ങനെ ഫീൽ ചെയ്തോ? എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. 1-2 പേര് അങ്ങനെ അഭിപ്രായം പറഞ്ഞെങ്കിലും അവർ തന്നെ സാരമില്ല, അത് രണ്ടും ഒരുമിച്ചായതല്ലേ, അത് നമ്മളുടെ ആരുടെയും ഇൻഡിവിജ്വൽ തീരുമാനങ്ങളല്ലോ, മുകളിൽ നിന്ന് വന്ന തീരുമാനമാണല്ലോ, അപ്പോൾ അതിനോട് നമ്മൾ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ BJPക്കാർ തന്നെയാണ് ഇലക്ഷൻ നയിച്ചത്. നിങ്ങളെല്ലാവരും കണ്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തൃപ്പൂണിത്തുറയെ സംബന്ധിച്ച് അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കലും എവിടെയും BJPക്കാരുടെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു എന്നൊരിക്കലും പറയാൻ പറ്റില്ല. അവർ ചാർട്ട് ചെയ്യുകയും അവർ കാര്യങ്ങൾ ചെയ്യുകയും അവർ നയിച്ചൊരു ഇലക്ഷൻ തന്നെയാണിത്. മറിച്ച് ഈ പേരിൽ അഞ്ജലി നായർ എന്നുള്ള പേരുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ ഉണ്ടായാലും ആ പേര് അത്തരത്തിൽ മാറ്റം വന്നതും പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക എന്ന് പറയുന്ന ചിഹ്നം എല്ലാവരിലേക്കും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേരിലുണ്ടായിരുന്ന ഒരു പ്രശ്നം, എൻ്റെ പേര് എത്രയോ വർഷങ്ങളായിട്ട് അതായതുകൊണ്ടാണ് നമ്മൾ അത്രയും ഫൈറ്റ് ചെയ്ത് നിന്നത്. പക്ഷെ അതിനകത്തൊരു പ്രശ്നം വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലും അതുപോലെ 2020 ഭാഗമായി ഇനിയും ഉണ്ടാവും, എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമ്മൾ ഇൻ ആൻഡ് അറൗണ്ട് ഇപ്പം ഇന്നലെയും ഞാൻ ഇതിന് ശേഷം വൈകുന്നേരം നമുക്ക് മറ്റ് BJP എന്താ പറയുക താമര വിരിഞ്ഞ ഏരിയ ആണെങ്കിലും അതിനൊക്കെ ഒരു ആഹ്ലാദ പ്രകടനം പോലെ തൃപ്പൂണിത്തുറയിൽ ഷോകളുണ്ടായിരുന്നു. ഞാനും അവിടെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ തന്നെ ഒരു പ്രവർത്തകൻ്റെ ബർത്ത്ഡേ അവിടെ നിന്ന് തന്നെ ആഘോഷിച്ചു. ഞാനൊരു 8-9 മണി വരെ തൃപ്പൂണിത്തുറക്കാരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി അങ്ങോട്ടും എന്തായാലും ഉണ്ടാവും. തൃപ്പൂണിത്തുറയിൽ ഒരു 2ാം സ്ഥാനത്ത് എത്തുമെന്നൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് 1ാം സ്ഥാനത്ത് എത്തും തന്നെയായിരുന്നു പ്രതീക്ഷ. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഇപ്പം 3 സ്ഥാനാർത്ഥികളും ഒരേപോലെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വിജയിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ അവരവർ വിജയിക്കും എന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഞാനും വളരെയേറെ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം വളരെയേറെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു തൃപ്പൂണിത്തുറ നമുക്ക് എന്തായാലും കൈവരിക്കും എന്നുള്ളത്. ബട്ട് ഇലക്ഷനാണ്, എന്തായാലും തോക്കുന്നതും ജയിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഞാൻ പറയും ഇത്രയും വോട്ട് ബാഗ് ചെയ്തത് മാത്രമേ ഞാനിപ്പോൾ കണക്കാക്കുന്നുള്ളൂ. പൊതുവെ BJPയുടെ വിലയിരുത്തൽ നിങ്ങളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തലൊക്കെ നടത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ്? ഇനിയിപ്പോൾ വേണമല്ലോ, ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ദിവസങ്ങളിൽ ഇതിൻ്റെ ഇത് എവിടെ നിന്നൊക്കെയാണ് വോട്ട്, നമുക്ക് എവിടേക്കാണ് കുറവുകൾ സംഭവിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മളിപ്പോൾ ഇത്ര മണിക്കൂറുകളല്ലേ ആയുള്ളൂ. ഇനി അതിലെല്ലാവരും ഇരിക്കുമായിരിക്കും. എന്തായാലും എല്ലാ കാര്യത്തിലും വളരെ തൃപ്തിയുണ്ട്. ഈ ഒരു പുതിയൊരു അനുഭവം കൂടിയായിരുന്നു. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് എനിക്കതൊരു പുതിയ അനുഭവമാണ്. അത് എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഞാൻ ജനങ്ങളിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും നമ്മളെല്ലാവരും, ഞാൻ തന്നെ എൻ്റെ പാർട്ടിക്കാരോട് നമ്മൾ പറഞ്ഞിരുന്നു, രണ്ടും തന്നെയാണെങ്കിലും നമ്മൾ ആ അതേ ആവേശത്തോടുകൂടി നിൽക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് പരമാവധി നീതി പുലർത്തിയിട്ടുണ്ട്. സന്തോഷം. ഇനി എന്തായാലും വരും ദിവസങ്ങളിലും ഇനിയിപ്പോൾ അഞ്ജലി നായർ നടി മാത്രമല്ല അതിനപ്പുറമായിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തിയായിട്ട് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിനകത്ത് തന്നെ ഇൻ ആൻഡ് അറൗണ്ട് ഉണ്ടാവും. ഇനി എത്രത്തോളം നമുക്ക് ഇലക്ഷൻ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം വരും എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും സന്തോഷമായിട്ട് ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. ഇല്ലെങ്കിൽ പോലും ഇതിൻ്റെ ഒരു ഭാഗവത്തായിട്ട് ഞാൻ ഉണ്ടാവും, ഉറപ്പ്. മറ്റൊരു കാര്യം കൂടെ, ഇനി ഒരു സെലിബ്രിറ്റി എന്ന നിലയിലും സ്വന്തമായ നിലയിലും എത്ര വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ എത്ര ഒരു കണക്കുകൂട്ടലുണ്ടോ? ഇല്ല, അത്തരത്തിൽ കണക്കുകൂട്ടലുകളൊന്നുമില്ല. ഇത് ഞാൻ ടോട്ടലായിട്ട് എനിക്ക് തന്ന ഒരു വോട്ടാണ്. ഈ 30,000-ഓളം ആളുകൾ ഞാൻ നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ വോട്ട് കുത്തിയത്. അല്ലാതെ ഞാനാണ് സിനിമാ നടിയാണ് അല്ലെങ്കിൽ താമരയല്ല, വേണ്ട വോട്ട് കുത്തണ്ട എന്നവർ പറഞ്ഞിട്ടില്ല. ആ 30,000 വോട്ടും എന്നെ കണ്ടിട്ട് വോട്ട് ചെയ്തതാണ്, എന്നെ വിശ്വസിച്ച് വോട്ട് ചെയ്തതാണ്, എന്നോടുള്ള സ്നേഹം കാണിച്ചതാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയോടുള്ള സ്നേഹം ഒക്കെ കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ ഞാനിപ്പോൾ നോക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്.